പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 7ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങളൊക്കെ ഏറെക്കുറെ ഭാഗങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ++ വാങ്ങണം. പ്രത്യേകിച്ച് ലിസാനുൽ ഖുർആൻ പല വിദ്യാർത്ഥികൾക്കും അല്പം പ്രയാസമുള്ള വിഷയമാണ് ലിസാനുൽ ഖുർആൻ. ആ ലിസാനുൽ ഖുർആൻ എളുപ്പം എങ്ങനെ മനസ്സിലാക്കാം, അതിലും +ൻ്റെ മാർക്ക് എങ്ങനെ കരസ്ഥമാക്കാം എന്ന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ മോഡൽ ചോദ്യങ്ങൾ കൃത്യമായി പരിചയപ്പെടുത്തുന്ന നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് 6 ചോദ്യങ്ങൾ. ബ്രാക്കറ്റിൽ ഉത്തരമുണ്ട്. ഒന്നാമത്തത് ജംഅ് മുദക്കർ സാലിം. മുദക്കർ എന്ന് പറഞ്ഞാൽ ആണാണ്, ജംഅ് ബഹുവചനമാണ്. ജംഅ് മുദക്കർ സാലിമിൻ്റെ പദം ഏതാണ്? സാജിദൂന എന്നതാണ്. ജംഅ് മുഅന്നസ് സാലിം മുഅല്ലിമാത്തുൻ. മുഅന്നസിൽ എപ്പോഴും താ ഉണ്ടാകും, പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ മുദക്കറിനെയും മുഅന്നസിനെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മുദക്കറിൻ്റെയും മുഅന്നസിൻ്റെയും പദങ്ങളുടെ മോഡൽ നമ്മുടെ പാഠഭാഗങ്ങളിലുണ്ട്. 1-2 മനസ്സിലാക്കിയാൽ ആ രൂപത്തിൽ വരുന്നതെല്ലാം നമുക്ക് ജംഅ് മുദക്കറായും മുഅന്നസായും മനസ്സിലാക്കാം. അൽ മുഫ്രദുൽ മുദക്കർ, മുദക്കറായ ആണുങ്ങൾക്കുള്ള ഒരു ഏകവചനം ഈ പാരഗ്രാഫിലുണ്ട്. ഏതാണത്? മുസ്ലിമുൻ, മുസ്ലിം എന്നതാണ്. അൽ ഹുറൂഫുൽ ജാസിമ, മുളാരിയായ ഫിയലിനിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ എത്രയാണ്? 5 അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ മുളാരിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ലം യഫ്അൽ, ലമ്മ് പോലെ ആ അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ലം യഫ്അൽ എന്ന് വെച്ച് സുക്കൂൻ കൊണ്ട് പറയും. അതാണ് ജസ്മ്. അങ്ങനെ മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്നത് 5 അൽ ഹുറൂഫുൻ നാസിബ, മുളാരിയായ ഫീലിനിക്ക് നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ 4 അൻ യഫ്അല, അൻ എന്നുള്ളത് നെസ്ബ് ചെയ്യുന്ന അക്ഷരമായതുകൊണ്ട് യഫ്അലു എന്നോ യഫ്അൽ എന്ന് പറയാൻ പറ്റില്ല. യഫ്അല എന്ന് ഫതഹ് കൊണ്ട് പറയണം. അതാണ് നെസ്ബ് എന്ന് പറയുന്നത്. 6 ഹുറൂഫുൽ അത്ഫി, അത്ഫിൻ്റെ അക്ഷരങ്ങൾ 10 10 10 അർത്ഥങ്ങളും 10 ഉപയോഗങ്ങളുമാണ്. ഓരോന്നിൻ്റെ ഉപയോഗങ്ങളും മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തത് നളഉ അലാമത്ത് സ്വഹീഹി അലൽ മുനാസിബി, യോജിച്ചതിനേക്ക് ശരിയിട്ട് കൊടുക്കാനാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാൻ അറബിയിലായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞു തരും. എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങൾ അറിയാത്തത് ചോദിക്കാതിരിക്കരുത്. നമ്മളെ ചോദ്യം തെറ്റിപ്പോകും. ചോദ്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരാൻ എന്ന ഉദ്ദേശത്തിലിരിക്കുകയായിരിക്കും. നമ്മൾ ചോദിക്കേണ്ട താമസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി ലിസാനിൽ ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തി അർത്ഥങ്ങൾ മനസ്സിലാക്കി മാത്രം എഴുതുക. ഇതൊന്നും എല്ലാവരും പറയുന്ന കാര്യമല്ല. എൻ്റെ ചാനലിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പറയുന്നത്. അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. 1 ജംഅ് മുഅന്നസ് സാലിം യുർഫഉ, ജംഅ് മുദക്കർ സാലിമിന് റഫ് ചെയ്യപ്പെടുന്നത് ബിൽ ലമ്മത്തി, ലമ്മ് കൊണ്ടാണ്. ജംഅ് മുഅന്നസിൻ്റേത് റഫ്, നസ്ബ്, ജറ് ഇവകളൊക്കെ ഏത് രൂപത്തിലാണെന്ന് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ തഖൂമു മക്കാനൽ ഇസ്മിൽ ലാഹിർ, ലാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് വരും എന്ത്? അല്ലമായിറു, ലമീറുകൾ. ലാഹിറായപ്പോൾ മുഹമ്മദ്, സെയ്ദ് എന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്ന നാമങ്ങളാണല്ലോ. അതിൻ്റെ സ്ഥാനത്ത് തന്നെ വരുന്നതാണ് ലമായിറുകൾ. 3 ലൈസൽ ഖംറു, കള്ള് അല്ല. ദവാഅൻ, ഒരു മരുന്നല്ല. ശരിക്കതൊരു രോഗമാണ്, മരുന്നല്ല. അപ്പോൾ ദവാഅൻ എന്നതാണ് ശരിയായത്. അപ്പോൾ ലൈസക്ക് ശേഷം വരുന്ന ഇസ്മിനിക്ക് ഏത് രൂപത്തിലായിരിക്കും? അതിൻ്റെ ശേഷം വരുന്ന ഖബറിനിക്ക് എങ്ങനെയായിരിക്കും? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. ലൈസൽ ഖംറു ദവാഅൻ. അപ്പോൾ ഖംറു എന്നുള്ളതിനിക്ക് രി എന്നോ റാ എന്നോ പറ്റില്ല.
ദവാ അൻ എന്നുള്ളതിനിക്ക് ദവാ ഉൻ എന്നോ ദവാ ഇൻ എന്നോ പറ്റില്ല. ലൈസ ഇസ്മിനിക്ക് റഫ് ആണ്, അതിന് ശേഷം വരുന്ന ഖബറായ പദത്തിനിക്ക് നസ്ബുമാണ്. അതിൻ്റെ ജോലി കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കണം. 4 നാസിബുൽ ഫീലിൽ മുലാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന അക്ഷരം ഏതാണ്? ഇതിൽ കൈ എന്നുള്ളതാണ്. അൻ, ലൻ, കൈ, ഇതൻ ഇതൊക്കെ മുലാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളാണ്. ഓർമ്മയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഫതഹത്തി, ആ തീ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി സ്ത്രീയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം തായിനെ പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ അബുണ്ട്, അഹുണ്ട്, ഇത് രണ്ടും ആണുങ്ങളാണ്. പിന്നെ ഉള്ളത് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മാനെ തിരഞ്ഞെടുക്കുന്നു, അതാണ് ശരിയായത്. അൽ മഫ്ഊലുൽ മുത്തലഖു, മുത്തലക്കായ മഫ്ഊല് ഏതാണ്? മസ്ദറായിരിക്കും. നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിൽ ഇല്ലാത്തപ്പോൾ പകരം വരുന്നതാണ്. ലർഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമോ ഒരു കാലമോ ഉദ്ദേശപ്പെടുത്തുന്നതാണ്. അത് രണ്ടുമല്ല, മസ്ദറാണ്. മഫ്ഊൽ മുത്തലക്ക് മസ്ദറാണ്. മൂന്നാമത്തത് നുലാഹിദുൽ ജുമല വ നക്തുബു ഫിൽ ഫറാഗി മാ യുത്ലബു. താഴെ കൊടുത്തിരിക്കുന്ന 6 വാക്കുകളുണ്ട്. ആ വാക്കുകളിൽ നിന്ന് അതിന് നേരെ ചോദിക്കുന്നത് അപ്പുറത്തെ കള്ളിയിൽ എഴുതി കൊടുക്കണം. അൽ കഅബത്തു കിബിലത്തുൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ കിബില കഅബയാണ് എന്ന വാക്കിൽ നിന്ന് മുലാഫുൻ ഇലൈഹിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണത്? കിബിലത്തുൻ എന്നുള്ള പദമാണ്. ദഹബത്തു ഇല ബൈത്തിൽ ഉസ്താദ്, ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അതിൽ നിന്ന് മജ്റൂറാണ് എഴുതേണ്ടത്. ബൈത്താണ് മജ്റൂറായി വരുന്നത്. ജറിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്നതാണ് മജ്റൂർ. നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 3 മുഹമ്മദുൻ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് നബി എന്നതിൽ മുലാഫുൻ ഇലൈഹിയാണ്. മുലാഫല്ല, മുലാഫുൻ ഇലൈഹി അള്ളാ എന്നുള്ളതാണ്. 4 അൽ ഖുർആനു കലാമുല്ലാ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നു. അതിൽ മുബ്തദയാണ്. മുബ്തദ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യത്തേതായിരിക്കും. അതാണ് അൽ ഖുർആൻ. 5 അൽ ഖംറു, കള്ളാകുന്നത് ഉമ്മുൽ ഖബായിസ്, സർവ്വ തിന്മകളുടെയും മാതാവാണ്. അതിലെ ഖബർ ഏതാണ്? ഉമ്മാണ്. മുബ്തദക്ക് ശേഷം വരുന്നതായിരിക്കും ഖബർ. 6 അല്ലാഹു നൂറുസ്സമാവാത്തി വൽ അർള്, ആകാശഭൂമികളിലെ പ്രകാശമാണ് അള്ളാഹു. ഇതിലെ മഅ്തൂഫ് ഏതാണ്? വൽ അർള്, വ ആൻഡ് അർള് ഭൂമി. അപ്പോൾ ആകാശം ആൻഡ് ഭൂമി എന്നതിലെ ആൻഡിന് ഉപയോഗിച്ച വാവാണ് ഇതിലെ മഅ്തൂഫ്. അപ്പോൾ അത്തുഫിൻ്റെ അക്ഷരങ്ങൾ പഠിക്കണം. മുബ്ത ഖബർ പഠിക്കണം. മുലാഫുൻ ഇലൈഹി പഠിക്കണം. അങ്ങനെ ജാറ് മജ്റൂർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ടോപ്പ് പ്ലസ് നഷ്ടമാകും. ശ്രദ്ധിക്കുക. ഇനി 4 നക്തുബു ഫിൽ ഫറാഗി അൽ ഔഫഖ മിമ്മ ബൈനൽ ഖൗസൈനി, വിട്ടുപോയ ഭാഗത്ത് യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഡാഷ് യൂസുഫ് നായിമൻ, യൂസുഫ് നബി ഉറങ്ങുന്നവനായി. ബാത്ത, രാപ്പാർത്തു. അപ്പോൾ ഉറങ്ങുക രാത്രിയിലാകുന്നതിനാണ് ബാത്ത എന്ന് പറയുക. പിന്നെ അൽ വലതു ഡാഷ് യഹ്ലുർ ഫിൽ മദ്രസത്തി, ആ മുലാരിയനിക്ക് ജസ്മ് വന്നതുകൊണ്ട് നമ്മൾ ജസ്മിൻ്റെ അക്ഷരമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നമ്മൾ ലമ്മ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടാണ്. ഇപ്പോൾ മുലാരിയായ ഫീലിന് ഫത്തഹാണോ നോക്കണം, ലമ്മാണോ നോക്കണം, സുക്കൂനാണോ നോക്കണം. സുക്കൂൻ അഥവാ ജസ്മ്, ഫത്തഹ് അഥവാ നസ്ബ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ലാക്കിന്നൽ ഖംറ ദാഉൻ, കള്ള് ഒരു രോഗമാണ്. ബട്ട് ലാക്കിന്ന എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നല്ല. അൽ ഖംറു ദാഉൻ, കള്ള് എന്നുള്ളത് ഒരു രോഗമാണ്. അത് ഒരു മെഡിസിൻ അല്ല, ഒരു മരുന്നല്ല. 4 ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു. ബലിൽ ജദ്ദത്തു, ഉമ്മയല്ല വന്നത്, വല്യമ്മയാണ് വന്നത്. അപ്പോൾ അതാണ് അവിടെ യോജിച്ചത്. 5 ഇന്നൽ ഖംറ, തീർച്ചയായും കള്ള് ഹറാമുൻ അലൈന, നമുക്കത് നിഷിദ്ധമാണ്. അപ്പോൾ ഇന്ന തീർച്ചയായും എന്നതാണ്. 6 യഅലം, നീ അറിയണം. അന്ന ഡാഷ് ഖരീബുൻ, അന്നക്ക് ശേഷം വരുന്നതിനിക്ക് ഇസ്മായിരിക്കും. അതാണ് മൗത്ത എന്ന് നമ്മൾ തിരഞ്ഞെടുത്തത്. തീ എന്നോ തു എന്നോ പറ്റില്ല. കാരണം അന്ന ശേഷമുള്ള അക്ഷരത്തിനിക്ക് ത നസ്ബ് ചെയ്യുന്നതാണ്. അപ്പോൾ അന്നൽ മൗത്ത ഖരീബുൻ, മരണം വളരെ അടുത്താണ്. ഈ രൂപത്തിൽ
എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി അന്നയുടെ സഹോദരിമാരും അവകളുടെ ജോലിയും കാനയുടെ സഹോദരിമാരും ജോലിയൊക്കെ കൃത്യമായി പഠിച്ചാൽ ടോപ്പ് പ്ലസ് നേടാൻ കഴിയും. അടുത്തത് ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നുക്കമ്മിലു പൂരിപ്പിക്കാൻ. ഒന്ന്, ഇദാലം യുദ്ക്കർ മഅൽ ഫിയലി ഫായിലുഹു, ഫീലിനോടുകൂടെ ഫായിലിനെ പറഞ്ഞില്ലെങ്കിൽ അഥവാ ഒരു ക്രിയയോടുകൂടെ അത് ചെയ്ത ആളെ പറഞ്ഞില്ലെങ്കിൽ യുസമ്മ, അതിന് പറയുക മജ്ഹൂൽ എന്നാണ്. പറയാതിരിക്കുമ്പോൾ മജ്ഹൂലാണ്, പറഞ്ഞാൽ മഅറൂഫുമായി. അത്രേ മാറ്റുള്ളൂ. മജ്ഹൂലും മഅറൂഫുമായിട്ട് പ്രവർത്തിച്ച ആളെ ക്രിയയോടുകൂടെ പറഞ്ഞാൽ മഅറൂഫായി, പറയാതിരുന്നാൽ മജ്ഹൂലായി. 2, വമാ ബഅദൽ ഹുറൂഫിൽ അത്തുഫി, അത്തുഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ളതിനിക്ക് പറയുന്നത് യുസമ്മ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് മഅ്തൂഫൻ എന്നതാണ്. അപ്പോൾ അത്തുഫിൻ്റെ അക്ഷരത്തിന് ശേഷം വരുന്ന, അപ്പോൾ വാ എന്നതിന് ശേഷം വരുന്നതിന് എന്താ പറയുക? മഅ്തൂഫ്. 3, ജംഉ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിം ആണുങ്ങളാണ്. യുർഫഉ, അതിൻ്റെ റഫ് ബിൽ വാവി, വാവ് കൊണ്ടാണ്. മുസ്ലിമൂന, വാവ് കണ്ടില്ല അവിടെ നീട്ടാൻ, മുസ്ലിമൂന എന്നുള്ളതിലെ വാവ്, ആ വാവ് കൊണ്ടാണ് റഫ്. 4, വലം യുഅഖിർ അല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല. ഇദാ ജാ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ. 5, വൈലസമായി, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ റുഫിയത്, എങ്ങനെയാണ് അതിനെ നാം ഉയർത്തപ്പെട്ടത്? വൽ മഅ്തൂഫ്, മഅ്തൂഫ് യത്ബഉൽ മഅ്തൂഫ് അലൈഹി, മഅ്തൂഫുൻ അലൈഹിയോട് തുടരും, പിൻപറ്റും. ഫിൽ ഇറാബി, ഇറാബിൻ്റെ വിഷയത്തിൽ. സെയ്ദുൻ, സെയ്ദ് വന്നു. വ അംറുൻ, അപ്പോൾ അംറുൻ എന്നുള്ള ഇതിനിക്ക് സെയ്ദുൻ എന്നുള്ളതിൻ്റെ അതേ ഹർക്കത്തായിരിക്കും. സെയ്ദുൻ എന്നുള്ളതിനിക്ക് ലമ്മാണെങ്കിൽ അംറുൻ എന്നുള്ളതിനിക്കും ലമ്മായിരിക്കും. അതാണ് മഅ്തൂഫ്, മഅ്തൂഫുൻ അലൈഹിയോട് ഇറാബിൻ്റെ വിഷയത്തിൽ തുടരും എന്ന് പറയുന്നത്. പാഠഭാഗം നല്ലോണം ബന്ധമുണ്ടാവണം, അല്ലെങ്കിൽ ടോപ്പ് പ്ലസ് നഷ്ടമാകും. തുടക്കം മുതലുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഏരിയ ഒക്കെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 6, നുബയ്യിനു, വ്യക്തമാക്കാനാണ്. അമലു കാന, കാന എടുക്കുന്ന ജോലി എന്താണ്? വ അഖ്വാത്തിഹ, കാനയുടെ സഹോദരിമാരും. തെർഫൗൽ ഇസ്മ, കാനയ്ക്ക് ശേഷം വരുന്ന ഇസ്മിനിക്കത് റഫ് ചെയ്യും. കാനല്ലാഹു, ഫോർ എക്സാമ്പിൾ ആണ്. വ തെൻസിബുൽ ഖബറ, അതിൻ്റെ ശേഷം വരുന്നതിനിക്ക് നെസ്ബും ചെയ്യും അഥവാ ഫത്ഹ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ കാനല്ലാഹു വഫൂറൻ, അപ്പോൾ റിൻ എന്നോ അല്ലാഹി എന്നോ പറയാൻ പറ്റില്ല. റഫ്ഉം വേണം ആദ്യത്തേനിക്ക്, രണ്ടാമത്തേന് നെസ്ബും വേണം. മഅറൂഫ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫീലുൻ യുദ്ക്കറു മഅഹുൽ ഫായിലു, ഫീലിനോടുകൂടെ ഫായിലിനെ പറയുമ്പോഴാണ് മഅറൂഫാകുന്നത്. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ മാ ദല്ല അല അക്സറ മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനാഇൽ മുഫ്രദ്, ഏകവചനത്തിൻ്റെ പദം രക്ഷപ്പെടലോടുകൂടെ രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ്. അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, കാരണം അറബിയിൽ എഴുതിയാലാണ് മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കുക. 4, അൽ ഫീലുൽ മുലാരിഹു യുൻസബു മത, മുലാരിയായ ഫീൽ നെസ്ബ് ചെയ്യും എപ്പോഴാണ്? ഇദാ ദഖല അലൽ ഫീലുൽ മുലാരി, മുലാരിയായ ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ. നാസിബുൻ, നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ പ്രവേശിക്കുമ്പോൾ. യുൻസബു, മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് ചെയ്യപ്പെടും. അപ്പോഴാണ് മുലാരിയായ ഫീലിനിക്ക് നെസ്ബ് കിട്ടുക. നെസ്ബിൻ്റെ അക്ഷരങ്ങൾ നമുക്കറിയാലോ, അതൊക്കെ കൃത്യമായി പഠിക്കുക. കാനയുടെ സഹോദരിമാർ, മഅറൂഫ്, ജംഉ മുദക്കർ സാലിം, മുഅന്നസ് സാലിം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ടോപ്പ് പ്ലസ് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നല്ല PDF-കളുണ്ട്, ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ അയച്ചാൽ വാങ്ങാവുന്നതാണ്. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒരു ലൈക്ക് കൊടുക്കുക, ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബിൻ്റെ കാര്യം വിട്ടുപോകരുത്. വീണ്ടും കാണാം.